ചക്കയുടെ കടകൾ നോക്കിയേ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു നായയാണ്, ഏത് ബ്രീഡാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. മിസ്റ്റർ ബീൻ്റെ വണ്ടി, എൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. 10 ആ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ശ്രീലങ്കയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കയുടെ കടകൾ നോക്കിയേ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്നാണ് വീഡിയോ എടുത്തത്. ഇതിൻ്റെ പുറകിൽ ഒരു 100 കണക്കിന് ഇതുപോലത്തെ കടകളുണ്ട്, ഇഷ്ടം പോലെ. മട്ടാളെ എന്ന് പറഞ്ഞ സ്ട്രീറ്റാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഒരു 24 കിലോമീറ്റർ ഉണ്ട് ക്യാൻഡി. ഇവിടെ നിന്നാണ് റൈറ്റ് പോകേണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം. അടുത്ത പോലീസുകാർ നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടുത്ത പ്രൊട്ടക്ഷൻ. കുറേ പേരായി, ഞങ്ങൾ അവരൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ വന്ന് പരിചയപ്പെട്ടപ്പോഴത്തേനുമാണ് പറഞ്ഞത്. അപ്പോൾ ലെനിൻ ചേട്ടനുണ്ട്, പുറകെ വരുന്നുണ്ട്, ശ്യാമ് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടെ നിന്ന്. അപ്പോൾ എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ എത്താമെന്ന് തോന്നണം. പോവാം. അപ്പോൾ നമ്മൾ ആ ബുദ്ധിസ്റ്റുകളുടെ അടുത്തൊന്ന് മേടിച്ച കട്ടൻ ചായ ലെനിൻ ചേട്ടനോടൊന്ന് ബണ്ണ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷനായിട്ടുള്ള ജതൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട് നമുക്ക് കൂട്ടായിട്ട്. എന്തായാലും ബണ്ണും മുക്കി ചായ അടിച്ചിട്ട് അടുത്ത യാത്ര. ഓക്കെ. ആ ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിപ്പെട്ടില്ല. പോലീസുകാരും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു പട്ടിക്കുട്ടി കിടക്കുന്ന നോക്കി. പട്ടിക്കുട്ടി അല്ല കേട്ടോ, നല്ലൊരു നായയാണേ. ഏത് ബ്രീഡാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. ഹായ്. രാത്രിയായി, സമയം 7 14 കിലോമീറ്റർ ക്യാൻഡി. അപ്പം ഇവരെല്ലാം വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ട. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അപ്പം ഉണ്ട്, കുഴിയൻ പാത്രത്തിലുണ്ടാക്കിയ നല്ല സൂപ്പർ അപ്പമാണ്. പിന്നെ അതേപോലെ ചമ്മന്തി ഇതൊക്കെ ഇട്ട് ഇങ്ങനെ മുക്കി കഴിയണം. നമ്മുടെ പോലെ കറികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ചേട്ടാ? ഇന്ത്യ. ആളുകൾ ഇന്നിങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. ചായക്കടയിൽ അപ്പം ഉണ്ടാക്കണം കാണിച്ചു തരാം കേട്ടോ. ഒരു ചേച്ചി നോക്കി, അപ്പച്ചട്ടി നോക്കിക്കേ. ഇത് കുഴിയൻ അപ്പച്ചട്ടി കൊള്ളാട്ടോ. കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോഴേ വേറൊരു സാധനം കൊണ്ട് തന്നു. മുട്ട ഓംലേറ്റ് അപ്പത്തിനകത്ത് വെച്ചിട്ട് അപ്പം കൂടി ചുട്ടെടുത്ത് തന്നിട്ടാ. മറ്റേ തീർന്നില്ല, അതിന് മുമ്പ് തന്നെ അടുത്തത് കൊണ്ടുവന്ന് തന്നു. ആ പോലീസുകാർ ഞങ്ങൾക്ക് അപ്പം പിന്നെ ബുൾസെ അപ്പം ഇതെല്ലാം വാങ്ങിച്ച് തന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ യാത്രയാക്കി അടുത്ത പോലീസുകാരൻ്റെ അടുത്തേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച്. അയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളെ ഫോളോ ചെയ്യും. എത്ര ദൂരം വന്നാലും ഇങ്ങനെ അടുത്ത പോലീസ് ഇങ്ങനെ കൈമാറി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എപ്പോഴും പോലീസുകാർ. ഭയങ്കര VIP പ്രൊട്ടക്ഷനാണ് ഞങ്ങൾക്ക്. എന്തായാലും അടുത്ത ആളെ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ രാത്രി ഇവിടെ കഴിയാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ക്യാൻഡിക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബുദ്ധന്മാരുടെ ഒരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു നോക്കിയിട്ട് അവിടെ താമസിക്കാനാണ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ 8 മണിയായി. ഇപ്പോൾ ഇവിടുത്തെ പോലീസുകാർ നമുക്ക് പ്രൊട്ടക്ഷൻ്റെ പരിപാടിയൊക്കെ തീർത്തിട്ട് അവർ പിന്നെ അപ്പോൾ 2 പോലീസുകാരുണ്ട്, അവർ പോവുകയാണ് ഞങ്ങളിവിടെ വിട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഉണ്ടല്ലേ ആ കാണുന്ന ആശ്രമത്തിൽ താമസിക്കാനാണ് പ്ലാൻ ചെയ്യണം. ഇവിടെ വന്നപ്പോൾ ഒരു വണ്ടി കണ്ടിട്ടാ, നമ്മുടെ മിസ്റ്റർ ബീനില്ലേ, മിസ്റ്റർ ബീൻ്റെ വണ്ടി. എൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, കാണിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ റൈഡ് ആരംഭിച്ചിട്ട് 6ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾ ക്യാൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നേക്കണം. ക്യാൻഡി ഇവിടെ ഇപ്പോൾ ഇന്നലെ ഏകദേശം 102 കിലോമീറ്ററാണ് റൈഡ് ചെയ്തത്. നല്ല ക്ലൈംബ് ഉണ്ടായിരുന്നു. നമ്മുടെ മൂന്നാറേക്ക് പോണ ആ ഒരു അത്ര ഇല്ലെങ്കിൽ പോലും എന്നാലും കയറ്റിറക്കം അല്ല അങ്ങനെ. പിന്നെ ഇന്നലെ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു 8 മണിയാകാറായി. അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയ, അതും റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടാണ്, വലിയൊരു വീട്. അതും അതിൻ്റെ പരിസരമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിൻ്റെ അകം ഉൾവശമെല്ലാം കാണിച്ചു തരാം. നല്ലൊരു വീടായിരുന്നു കിട്ടിയത്. ഇപ്പോൾ താമസിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വീട്. ചീപ്പ് റേറ്റാണ്. ഇവിടുത്തെ 2500 രൂപയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു 700 രൂപയ്ക്ക് വരുള്ളൂ. 700 രൂപ അത്രയൊക്കെ വരുള്ളൂ ഒരു ദിവസത്തേക്ക്. അപ്പോൾ അവിടെ വേറെ താമസക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ മുകളിൽ എവിടെയാണ്. ഞങ്ങൾ വന്നപ്പോൾ അവരൊന്നും കാണാൻ പറ്റിയില്ല. ഞാനപ്പോൾ വീടും പരിസരമൊക്കെ കാണിച്ചിട്ട്, വീടും പരിസരമൊക്കെ കാണിച്ചിട്ട് കേട്ടോ. ആ വീടിൻ്റെ ഭാഗത്ത് കിടക്കുന്ന
വണ്ടി വേറെ ആൾക്കാരുടെയാണ്. ഇതാണ് വീട്. പഴയ ഒരു ബെൻസ് കാറുണ്ട്. ഈ വീടിൻ്റെ ഓണറുടെ ഇപ്പോഴുള്ള ഓണറുടെ അപ്പൻ്റെ ആണെന്നാണ് പറഞ്ഞത്. 20 വർഷമായിട്ട് ഇങ്ങനെ അനങ്ങാതെ കിടക്കണേ. റിപ്പയറിങ്ങിനൊക്കെ ഭയങ്കര പൈസ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു താമരക്കുളമുണ്ട്. പിന്നെ അതിനകത്ത് കുറേ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഉണ്ടല്ലേ, എല്ലാം കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കണേ. മഴ പെയ്താലൊന്നും ഇപ്പോൾ പ്രശ്നമില്ലല്ലോ, ഒന്നും കേടാവില്ലല്ലോ. തടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ മേൽക്കൂരയൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. അതിൻ്റെ തൂണാണിത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട്. അതിവിടെ അങ്ങോട്ട് പോകുമ്പോൾ റെയിലുണ്ട്. ഇത് കൊള്ളാം അല്ലേ, മരം മറിഞ്ഞു വീണിട്ട് അതിലൊരു ഈ ഡെക്കറേഷൻ ബാമ്പുവൊക്കെ പിടിപ്പിച്ചേക്കണ കണ്ടില്ലേ. മരം വീണ് കിടന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇവർ. ഇതാണ് വീട്. ബെൻസുകാരൻ്റെ നമ്പർ കണ്ട 1112 32. പിന്നെ വേറെ എന്തോ സെൻറ്ററിലുണ്ട് അവരുടെ ഭാഷ 1112. അപ്പോഴേ ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എക്സസൈസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല ഒരു കാലാവസ്ഥ, നല്ല ഒരു പ്രകൃതി, കിളികളുടെ ശബ്ദം, ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പോണത് നമ്മുടെ ഓണറാണ്. നമ്മുടെ ഇപ്പോൾ താമസിച്ച കെട്ടിടത്തിൻ്റെ ഓണറാണ്. അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ച് പതിവ് പോലെ എക്സസൈസ് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചു. അവർ എഴുന്നേറ്റിട്ടില്ല കേട്ടോ, 6 മണി ആവണേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല വെളിച്ചമുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പം നല്ല എല്ലാ ഉറക്കവും കഴിഞ്ഞിട്ടേ രണ്ടുപേരും എഴുന്നേറ്റുള്ളൂ. ഞാൻ പക്ഷേ ഇത്തിരി നേരത്തെ എണീറ്റ് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പരിസരമെല്ലാം നിശബ്ദമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എക്സസൈസ് നടന്നു. ഇതെങ്ങനെയുണ്ട് ഈ പോസ്? അടിപൊളിയാണെങ്കിൽ പറഞ്ഞോട്ടാ. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. പേര് അജിത്ത് എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര്. Come on. 7 8 9 10 11 12 മതിയാ. 90 സെക്കൻഡ്. അങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടെന്നപ്പോഴേ ലെനിൻ ചേട്ടൻ അങ്ങനെ എഴുന്നേറ്റ് വന്ന് കുറേ 100 സെക്കൻഡ് ഇങ്ങനെ പ്ലാങ്ക് ആയിട്ട് നിർത്തണേട്ടാ. ആള് നല്ല പവറാണ്. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിന്നോളൂ. ഇപ്പോൾ ഒരു അനക്കമില്ലാതെ നിൽക്കണ കണ്ടില്ലേ. ഇതുപോലെ നിൽക്കാനായിട്ട് ഒരുവിധപ്പെട്ടവർക്കൊന്നും പറ്റൂല കേട്ടോ. അതിങ്ങനെ നിന്നോളൂ. അവസാനം എനിക്കും 150. 2 മിനിറ്റായി. ക്യാൻറ്റീനിൽ വന്നപ്പോഴേ ഇവിടെ ഒരു റീമ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ടാ. ഇതാണ് ഇവിടുത്തെ നമ്പർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇവർക്ക് തമിഴെല്ലാം അറിയാം. ഇവർ മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല ദോശ ഇവിടുത്തെ 120 രൂപ. പിന്നെ പരിപ്പ് വട സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത കണ്ടതേ, ഇവിടുത്തെ ഈ മീറ്റർ കണ്ടോ, വാട്ടർ മീറ്റർ നോക്കിക്കേ, ഇങ്ങനെ കുത്തനെ വെച്ചേക്കണം. അതിൽ റീഡിങ് എല്ലാം കാണാം കേട്ടാ. ഉണ്ടല്ലേ, നമ്മുടെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ടിട്ട് ബോക്സിനകത്തല്ലേ വരണ. ഇവിടുത്തെ ഒരു 4 യൂണിറ്റാണ്, 4 കെട്ടിടത്തിലേക്ക് പോകണമെന്ന് തോന്നണം. ഇവിടെ ചുവരെഴുത്തുകൾ ഇങ്ങനെ റോഡ് സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി, ടുപ് ടുപ്. ഇവിടെ ഈ ശ്രീലങ്കൻ നർത്തകനും അതേപോലെ സിഗിരിയയില നമ്മളാ കയറിയ ആ ഒരു കൊട്ടാരം ഇരുന്ന സ്ഥലം, അതേപോലെ ശ്രീലങ്കൻ സുന്ദരിമാർ, പിന്നെ അതേപോലെ അവിടുത്തെ നഗരം, പിന്നെ അതേപോലെ നർത്തകരെല്ലാം ഇവിടെ ഈ റോഡ് സൈഡിലെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ താമസിച്ച വീടിൻ്റെ ഹോം സ്റ്റേയുടെ അകത്തോട്ട് കയറുമ്പോൾ റിസപ്ഷൻ ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ഇങ്ങനെ സോഫ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മുകളിൽ റൂമുണ്ട്. സീലിംഗ് എല്ലാം നല്ല തടി കൊണ്ട് ചെയ്തേക്കണതാണ്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ഇവരുടെ ദേശീയ പക്ഷി കാട്ടുകോഴി വെച്ചിട്ടുള്ള വിളക്ക്, നിലവിളക്ക്, അത് ബ്രാസാണ് അത്. പിന്നെ അതുപോലെ ഒരു നടുമുറ്റമുണ്ട്. നടുമുറ്റത്ത് മീൻ കണ്ടില്ലേ, കോഴിക്കാർപ്പ്. അതേപോലെ മുകളിൽ നിന്ന് ഒരു
ചെടിയുടെ വേരിങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് അവൻ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ വേര് വന്ന് കിടക്കണുണ്ടാ. എന്നിട്ട് ഇവരിങ്ങനെ ഈ പാറയുടെ കഷ്ണങ്ങൾ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കണേ ഇങ്ങനെ. പിന്നെ ഇവിടെ ഇരിക്കാം ഇരിക്കാനായിട്ടുള്ള പടിയെല്ലാം ഉണ്ട്. 8 മണിയായി, പക്ഷേ വെളിച്ചം വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, 2 ബെഡിൻ്റെ. പിന്നെ 4 പേരിരിക്കണ ഒരു ഡൈനിങ് ഹാള്, 4 പേരുടെ 3 എണ്ണം ഉണ്ട്, 12 പേർക്ക് ഇരിക്കാം. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു വേറൊരു ഡൈനിങ് ടേബിളുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറാനായിട്ടൊരു സ്റ്റെയർ. മുകളിൽ മൊത്തം ഇതുണ്ടല്ലേ, പാനലിങ്ങും പില്ലർ പാനൽ ചെയ്തേക്കണതും സീലിങ്ങും എല്ലാം തടി കൊണ്ട് ചെയ്തേക്കണതാണ്. വെളിച്ചം പോരെ, 8 മണിയായി, ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും. ഇവിടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കിച്ചൺ ഇതാണ് കേട്ടോ. കിച്ചൺ അധികം നമുക്കുള്ള കിച്ചണല്ല, അവരുപയോഗിക്കണതാണ്. പിന്നെ ഇതുപോലെ ഒരു നടുമുറ്റമുണ്ട്, അവിടെ ഒരു ബാത്ത് ടബ്, ഉപയോഗിക്കണമൊന്നുമില്ല. പിന്നെ അലക്കുകല്ല്, പിന്നെ കഴുകാനുള്ള സിങ്ക്, ഇത് തന്നെ കുടിക്കാനുള്ള വെള്ളമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കിച്ചൺ. നല്ല വലിപ്പമുള്ള ഒരു വീടാണ്. എങ്ങനെയായാലും ഒരു 5000 സ്ക്വയർ ഫീറ്റെങ്കിലും കാണും ഈ വീട്. ഒരു നില. ഇറങ്ങാം, നോക്കാം. ഞങ്ങളുടെ റൂം ഇതാ, 2 ബെഡ്, പിന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, ബാത്റൂം ഇതാ. ബാത്റൂം ഇത്തിരി പ്രശ്നമാണ്, ചൂടുവെള്ളമുണ്ട്, എന്നാലും വലിയ ബക്കറ്റ് കപ്പ ഒന്നുമില്ല. അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനി അടുത്തത് കൊളംബോ. ടൂത്ത് ഓഫ് ടെമ്പിൾ മറ്റേത് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത്. அதுக்கப்புறம் போகணும் பொட்டானிக்கல் கார்டன். എല്ലാം ഒരു വഴി തന്നെ. எல்லாம் ஒரு 2-3 கிலோமீட்டர் அப்படிதான். അത്രേ ഉള്ളൂ. அதுக்கப்புறம் போகணும் വ്യൂ പോയിന്റ്, അப்புறம் ടീ മ്യൂസിയം, ബേർഡ് പാർക്ക്. കൊളംബിയ പോണ വഴിക്ക് തിരുമ്പി പോകണ്ട, കൊളംബോ പോണ വഴിക്ക് പാകം. How much? தெரியுமா? ஆட்டோ சார்ஜ் இங்கயா? இங்க இது ஹோட்டல் தான் தாம்பரம். I told you yesterday 2500 for you. Here nahi auto charge. സംഭവം എന്താണെന്ന് വെച്ചാലേ, ഇവിടുത്തെ ഓണറോടും അവിടുത്തെ കെയർ ടേക്കറാണ് അവൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. അപ്പോൾ അവനിങ്ങനെ ഓരോരോ സ്ഥലത്തിനെ പറ്റി എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കറങ്ങണ കാര്യത്തിലാണ് ഇവർ ആലോചിക്കണം. ഓട്ടോറിക്ഷ കിട്ടുമെന്ന് വെച്ചപ്പോൾ അവർ വാടകയ്ക്ക് ഓട്ടോറിക്ഷ കിട്ടും ഇവിടെ. അത് 2500 രൂപ ആ റേഞ്ചിൽ കൊടുക്കണം. അപ്പോൾ അത് വേണ്ട, ഞങ്ങൾക്ക് സാധാരണ ഓട്ടോറിക്ഷ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും അവനൊരു ആപ്ലിക്കേഷനെയൊക്കെ പരിചയപ്പെടുത്തി തരണം, ഡൗൺലോഡ് ചെയ്യണം. പിഗ്മി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 250 രൂപ റേഞ്ച് അവരുടെ. ഈ ശ്രീലങ്കന് 250 രൂപയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലായിടത്തും കൊണ്ടെത്തിച്ചേരും. 3 കിലോമീറ്റർ റേഞ്ചൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. എന്തായാലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ പോകാൻ നോക്കാം. ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇറങ്ങാൻ പോയപ്പോഴത്തേനേ നല്ല മഴ ഇവിടെ. പിന്നെ നനഞ്ഞ് കുളിച്ചെല്ലാം നനയും. അപ്പം അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ ചുറ്റി കാണാനായിട്ട് കുറേ സ്ഥലമുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്പലം, വ്യൂ പോയിൻ്റ്, അങ്ങനെ പലതും. പക്ഷേ അതിപ്പോൾ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ മൊത്തം കുളമാവും. അപ്പോൾ ഇവിടെ ഒരു പിഗ്മി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഓട്ടോ. അത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം 250 രൂപ ഇവിടുത്തെ വരുള്ളൂ. അപ്പോൾ അതിൽ കണ്ട് കഴിയുമ്പോഴത്തേനും മഴ മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴ മാറിക്കഴിഞ്ഞാൽ പിന്നെ റൈഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടത്തോളം ക്യാൻറ്റീനിൽ വന്നതല്ലേ, അപ്പോൾ ഇവിടെയുള്ള അത്യാവശ്യം കാണാൻ പറ്റിയതെല്ലാം കണ്ടിട്ട് ഇനിയിപ്പോൾ രാത്രിക്കുള്ളിൽ ഒരു 8 മണിക്കുള്ളിൽ നമുക്ക് കൊളംബിയയിലെത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഒന്ന് ചുറ്റി കണ്ടിട്ട്, മഴയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. എല്ലാം നമുക്ക് എല്ലാവർക്കും കാണണമല്ലോ ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ.